ഹായ്. ഇന്ന് ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഹൈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ കൊളസ്ട്രോൾ ഈ ചെറിയ പ്രായത്തിലേ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ രീതി തന്നെയാണ്. അവർ കൂടുതൽ പേരും ജോലിക്ക് പോയി കഴിയുമ്പോൾ വെളിയിൽ നിന്നായിരിക്കും കൂടുതലും ഫുഡ് കഴിക്കുന്നത്. ജങ്ക് ഫുഡാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കൊണ്ടാണ് അവർക്ക് കൊളസ്ട്രോൾ ഹൈ ആയിട്ട് കാണുന്നത്. കൊളസ്ട്രോൾ നമുക്ക് ഒരിക്കൽ വന്ന് നമ്മൾ മെഡിസിൻ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആ മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് നമ്മുടെ ആ ഒരു ആരോഗ്യ പ്രശ്നത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൊളസ്ട്രോളിനെ കുറച്ച് ആരോഗ്യത്തെ വീണ്ടെടുക്കാനായിട്ട് പറ്റും. അതിന് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വെബിനാർ നടത്തുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാം. എങ്ങനെയാണ് കൊളസ്ട്രോൾ കുറച്ച് നമുക്ക് മെഡിസിൻ ഇല്ലാതെ കൊളസ്ട്രോൾ കുറച്ച് എങ്ങനെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാം എന്നുള്ളതിനെപ്പറ്റി അതിനകത്ത് ക്ലാസ് എടുത്ത് തരുന്നുണ്ടായിരിക്കും. ഞാൻ ജയന്തി പ്രകാശ്. നിങ്ങളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഈ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.